നീണ്ട 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ഗെയിംസ് കേരളത്തിലെത്തുമ്പോൾ കായിക കേരളത്തിനൊപ്പം കേരള ജനതയും ഒരു പുത്തൻ ഉണർവിലാണ്. 7 ജില്ലകളിലായി നടക്കുന്ന കായികമേളയിൽ കളിയരങ്ങ് ഒരുക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് കളിക്കാരുടെ വാസസ്ഥലം ഒരുക്കലും. ഇതിനായി സജ്ജമാവുകയാണ് തിരുവനന്തപുരത്ത് മേനംകുളത്തെ ഗെയിംസ് വില്ലേജ്. തിരുവനന്തപുരം കാര്യവട്ടത്ത് ദേശീയ ശ്രദ്ധയാകർഷിച്ച കായിക വിദ്യാലയമായ LNCPEക്ക് ഒരു വെളിപ്പാടകലെ മേനംകുളത്താണ് കായിക താരങ്ങളെ വരവേൽക്കാനായി ഗെയിംസ് വില്ലേജ് ഒരുങ്ങുന്നത്. 60 കോടി രൂപ ചെലവിൽ 10 ഏക്കറിൽ 365 വീടുകളാണ് വില്ലേജിൽ ഒരുങ്ങുന്നത്. 5000 ഡെലിഗേറ്റുകൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു മുറിയിൽ 5 അത്ലറ്റുകളെയായിരിക്കും താമസിപ്പിക്കുക. കിടക്കയും AC-യും ടോയ്ലറ്റും ആധുനിക രീതിയിൽ തന്നെ ഇതിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഫുള്ളി എയർ കണ്ടീഷൻഡാണ്. അതോടൊപ്പം തന്നെ VVIPക്ക് താമസിക്കുന്നതിന് വേണ്ടി 40 സപ്താർ മിഷൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് VVIP ക്വാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ അതിലുപരി ഇവിടെ സർവീസ് ചെയ്യുന്നവർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് അവർക്ക് സ്വല്പം റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി 38 സർവീസ് ബ്ലോക്കുകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീടുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഗെയിംസ് അവസാനിച്ചാൽ വീടുകളെ ഇളക്കി മാറ്റി വേണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പുനർനിർമ്മിക്കാം എന്നതാണ്. പ്രീ ഫാബ്രിക്കേഷൻ ഹൗസിംഗ് ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയാണിത്. പ്രകൃതിക്കിണങ്ങുന്നതും ഭാരം കുറഞ്ഞതും വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാവുന്നതുമാണ് ഇത്തരം വീടുകൾ. 30 വർഷം വരെ പ്രീ ഫാബ് യൂണിറ്റ്സ് എന്ന ഈ വീടുകൾ യാതൊരു കേടുപാടും കൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് സ്വാഭാവികമായിട്ടും റീയൂസിന് വേണ്ടി ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള ടെൻഡർ നമ്മളെ ഗവൺമെൻറ് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അത് ടെൻഡർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഗെയിംസ് വില്ലേജിൽ ഹൗസിംഗ് യൂണിറ്റുകളെ കൂടാതെ ഫുഡ് കോർട്ട്, മെഡിക്കൽ സെന്റർ എന്നിവയും പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. LNCPEക്ക് തൊട്ടടുത്തായതുകൊണ്ട് ഇവിടുള്ള സൗകര്യങ്ങളും കായിക താരങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഗെയിംസ് വില്ലേജ് ഒരു ചെറിയ ഇന്ത്യ ആയിരിക്കും എന്നാണ് സംഘാടകർ പറയുന്നത്. വില്ലേജിനുള്ള എല്ലാ പിന്തുണയും സായ് അധികൃതർ നൽകുന്നുണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയും ദേശീയ ഗെയിംസ് കേരളത്തിൽ ആതിഥേയം വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ആദരണീയനായ കേന്ദ്ര സ്പോർട്സ് വകുപ്പ് മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, മൊത്തം ദേശീയ ഗെയിംസിൻ്റെ ചിലവിൻ ഏകദേശം 30% തുക കേന്ദ്ര സ്പോർട്സ് വകുപ്പും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണ് വഹിക്കുന്നത്. അതിഥി ദേവോ ഭവ എന്ന പ്രയോഗം പ്രാവർത്തികമാവുകയാണിവിടെ. അതിഥികളെ ദൈവത്തിന് തുല്യം കാണുന്ന നമ്മുടെ സംസ്കാരം കായിക കേരളത്തിലും പ്രകടമാവുകയാണ്. ദൂരദർശനു വേണ്ടി ഗെയിംസ് വില്ലേജിൽ നിന്നും ക്യാമറമാൻ സുനിൽ കൈമനത്തിനൊപ്പം ഞാൻ ഹേമലത.